സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളം കലൂരിലെ ആരോ വിങ്സ് അക്കാഡമിയിലാണ്. ഇവിടെ വളരെ മനോഹരമായ കുട്ടികൾ വളരെ പാക്ഡായി, അതായത് നമ്മൾ കൊടുത്ത സാധനങ്ങളൊക്കെ പഠിച്ചിങ്ങനെ ത്രില്ലിങ്ങിൽ നിൽക്കുകയാണ്. നമുക്ക് ഏതായാലും ആ കുട്ടികളുടെ പെർഫോമൻസിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇന്ത്യൻ റുപ്പി എന്ന മൂവിയിലെ മനോഹരമായ ഒരു രംഗമാണ്. രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ച, നമ്മുടെ നാട്ടിലൊക്കെ പ്രീമിയം ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളുടെ മോഹമാണ് പൃഥ്വിരാജ് പറയുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ കുട്ടികൾ അതിനെ എങ്ങനെ പെർഫോം ചെയ്യും എന്നതിന് മുന്നേ ആ സീനൊന്ന് കാണാം. AC ബെഡ്റൂമുകളും ഡ്രോയിങ് റൂമും ഉള്ള വീട്, മുറ്റത്ത് പച്ചപ്പുല്ലും പൂന്തോട്ടവും, പോർച്ചിൽ 4 കാറ്, കൂട്ടില് പട്ടികൾ, കേറ്റിലൊരു പാറാവ്. കുടിക്കുന്നെങ്കിൽ അത് സിംഗിൾ മാൾട്ട് വിസ്കി അല്ലെങ്കിൽ കോണിയാക്ക്. ഇടുന്ന കുപ്പായവും അണ്ടർവെയറും ബ്രാൻഡഡ്. ദുബായിലൊരു റെസിഡന്റ് വിസ, ആഘോഷരാവുകൾ കരങ്ങുണ്ടാക്കാൻ കയ്യിൽ പൂത്ത കാശുള്ള ചങ്ങാതിമാർ. വർഷത്തിൽ 3-4 ഫോറിൻ ട്രിപ്പുകൾ. വയനാട്ടിലോ മൂന്നാറിലോ ഒരു തോട്ടം, അതിലൊരു ബംഗ്ലാവ്. ചങ്ങാതിമാരുടെ കൂട്ടത്തില് മിനിമം 3-4 മന്ത്രിപുത്രന്മാർ, പോലീസിലും ഇഷ്ടക്കാരായ സംരക്ഷകർ. ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞ് സ്വന്തം ഭാര്യയെ കൂടുതൽ സ്നേഹിക്കാൻ യാത്രകൾക്കിടയിൽ കൂട്ടുകിടക്കാൻ കാശിന് കിട്ടുന്ന പെൺശരീരങ്ങൾ. ശരാശരി വിദ്യാഭ്യാസമുള്ളൊരു മലയാളി ചെറുപ്പക്കാരൻ്റെ ഈ സ്വപ്നങ്ങൾ എൻ്റേതുകൂടിയായിരുന്നു പാപ്പൻ ചേട്ടാ. ആരോ വിങ്സ് കുട്ടികൾ, ആരോ വിങ്സിലെ കുട്ടികളൊക്കെ ഭയങ്കര എനർജിയായിട്ട് നിൽക്കുകയാണ്. അവരെ എനിക്ക് തോന്നുന്നത് ഇതിൽ പാടാൻ കഴിവുള്ളവരും ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരും മിമിക്രി പറയാൻ കഴിവുള്ളവരും നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്നവരും അതിലുപരി നമ്മുടെ സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് പഠിച്ച് അഭിനയിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഏതായാലും ഞാൻ ആദ്യം തന്നെ ഒരാളെ അങ്ങ് വേദിയിലേക്ക് വിളിക്കുകയാണ്. വരുമ്പോൾ എന്താണ് പേര്? ഷോബി മാത്യു. ഷോബി മാത്യു. എവിടെയാണ് വീട്? പാലക്കാട് അട്ടപ്പാടി. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ വർക്ക് ചെയ്യും ഇവിടെ, കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഓ, വെരി ഗുഡ്. അപ്പോൾ ഒരുപാട് കോണ്ടന്റ്സ് നമുക്ക് ഇതിൽ കിട്ടുമല്ലോ അല്ലേ നമ്മുടെ ചാനലിൽ കൂടെ? പാട്ട് പാടും? പാട്ട് പാടില്ല. രണ്ടുപേരും പാടില്ല. വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? എഴുതും, പിന്നെ വീഡിയോ പ്രസന്റ് ചെയ്യും. ഓക്കെ, തന്നെ. അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചു കാണുമല്ലോ അല്ലേ? കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് നല്ലൊരു കയ്യടിയോടുകൂടി ഒന്ന് ആക്ട് ചെയ്യും. റെഡി, ആക്ഷൻ. AC ബെഡ്റൂമും അല്ല ബാക്കി ഒറ്റ ഡയലോഗിൽ പഠിച്ചില്ലേ? പഠിച്ചായിരുന്നു, മറന്നുപോയി. ടെൻഷൻ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. AC ബെഡ്റൂമും ഡ്രോയിങ് റൂമും ഉള്ള വീട്ടുമുറ്റത്ത് പച്ചപ്പുല്ലും പൂന്തോട്ടവും, ഗേറ്റില് ഒരു പാറാവുകാരൻ, കൂട്ടില് ഒരു പട്ടി, മുറ്റത്ത് 4 കാറ്. അതറിയില്ല. 4 കാറ്. എന്റെ വീട്ടിലോ മാരുതി മതി. 4 മാരുതി ആയിക്കോട്ടെ. ഇത് പണിയാവോ? 4 കാറ്, മുറ്റത്ത് ഗേറ്റിലൊരു പാറാവുകാരൻ. അതെ, ഇല്ല ഒരിത്. പിന്നെന്തായിരുന്നു? കുടിക്കാനാണെങ്കിൽ സിംഗിൾ മാൾട്ട് വിസ്കി, കോണിയാക്ക് വേണം. കോണിയാക്കും. പിന്നെ ഇടുന്നതാണെങ്കിൽ ബ്രാൻഡഡ് കുപ്പായവും അണ്ടർവെയറും. വർഷത്തിൽ 3-4 ഫോറിൻ ട്രിപ്പുകൾ. വയനാട്ടിൽ ഒരു തോട്ടം,
കൂടെ മന്ത്രിപുത്രന്മാരും ഇഷ്ടപ്പെട്ട പോലീസുകാരും. വയനാട്ടിലൊരു തോട്ടം എന്നുള്ളിടത്ത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലെ ഫീൽ ചെയ്തു. വയനാട്ടിൽ അല്ല, മൂന്നാറിലോ വയനാട്ടിലോ കുറച്ച് തോട്ടം അല്ല, ഒരു തോട്ടം ഒരു തോട്ടം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? കൂടെ മന്ത്രിപുത്രന്മാരും ഇഷ്ടപ്പെട്ട പോലീസുകാരും. ഒരു ഇന്ത്യൻ അല്ല, അങ്ങനല്ലേ? സംഭവം കണ്ടന്റ് കറക്റ്റ് ആണ്, പക്ഷെ അങ്ങനെയല്ല സാർ. നമ്മള് ആശയത്തിലോട്ട് വന്നാൽ മതിയല്ലോ. എന്നാ ഓക്കെ. ഇഷ്ടപ്പെട്ട പോലീസുകാരും അല്ലേ? ഇഷ്ടപ്പെട്ട പോലീസുകാരല്ലേ? ആരായിരുന്നു? മന്ത്രിപുത്രന്മാരും പോലീസ്. 4 മന്ത്രിപുത്രന്മാരും, 3 or 4 മന്ത്രിപുത്രന്മാരും പോലീസുകാരും. പോലീസും ഇഷ്ടക്കാരായ ചങ്ങാതിമാരും. ഒരു ശരാശരി ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഞാനും ഇതൊക്കെയാണ് ആഗ്രഹിച്ചുള്ളത് ചേട്ടാ. അങ്ങനെയല്ലല്ലോ സംഭവം. ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതെന്തരംഗം? ഒരു ശരാശരി വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇതൊക്കെ എൻ്റെ ഈ സ്വപ്നമായിരുന്നു പാപ്പിച്ചേട്ടാ. അപ്പം ഇത് വളരെ വളരെ മനോഹരമായിട്ട് തന്നെ കുറച്ചൊക്കെ ഓർത്താലും ആ സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇനി അദ്ദേഹം ഇത് ഇത്ര അഭിനയിച്ച് കാണിക്കും നമ്മളോട്. പാപ്പിച്ചേട്ടാ കൊള്ളായിരുന്നു കേട്ടോ. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. ശോഭി മാത്യു ഒന്നുകൂടി അത് അഭിനയിച്ച് നമുക്ക് പെർഫോമൻസ് കാണിച്ചു തരാൻ പോവുകയാണ്. റെഡി? ഓക്കെ, റെഡി. ആക്ഷൻ. AC റൂമും അയ്യോ ഒരു പ്രാവശ്യം ചെയ്തോ, തെറ്റാലും കുഴപ്പമില്ല. വീഴ്ചകളിൽ നിന്ന് പഠിക്കണം കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ. അല്ലാതെ ചുമ്മാ ഈഗോ കയറി വീണ്ടും അബദ്ധം കാണിച്ചാൽ മണ്ടത്തരമാണ്. AC ബെഡ്റൂമും ഡ്രോയിങ് റൂമും, മുറ്റത്ത് പുല്ലും പൂന്തോട്ടവും, പോർച്ചിൽ 4 കാറ്, പട്ടിക്കൂട്ടിൽ ഒരു പട്ടി, പട്ടിക്കൂട്ടിൽ ഒരു പട്ടി, ഗേറ്റിൽ ഒരു പാറാവുകാരൻ, കുടിക്കാനാണെങ്കിലോ ഒരു സിംഗിൾ മാൾട്ട് വിസ്കി ആൻഡ് ആ സാധനത്തിന്റെ പേര് എനിക്കറിയില്ല, കോണിയാക്ക്. ഇടുന്നതോ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ അല്ല, ബ്രാൻഡഡ് അണ്ടർവെയറും വസ്ത്രങ്ങളും. ലക്ഷറി കൂട്ടുകാർ. പിന്നെന്തായിരുന്നു? വർഷത്തിൽ 3 or 4 ട്രിപ്പുകൾ, ഒരു റെസിഡൻഷ്യൽ വിസ. അതെന്തായിരുന്നു? ദുബായിലേക്ക് ഒരു റെസിഡൻഷ്യൽ വിസ. വർഷത്തിൽ 3 or 4 ട്രിപ്പുകൾ. മൂന്നാറിലോ വയനാട്ടിലോ ഏക്കർ കണക്കിന് സ്ഥലം. കൂടെ കൂട്ടുകാർ. ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാനുള്ള കൂട്ടുകാർ. ഇതൊന്നും കൂടാതെ കാവൽ പോലീസുകാരും. ഇത്രയുമൊക്കെ ഒരു ശരാശരി വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ പൗരൻ ശരാശരി ഇന്ത്യൻ പൗരൻ അല്ല, ഒരു ശരാശരി വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ പൗരൻ ആഗ്രഹിച്ച ഇതൊക്കെ തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ പാപ്പിച്ചേട്ടാ. എക്സലന്റ്. ഞാൻ ഈ വിളിക്കാൻ പോകുന്ന ആളുടെ കണ്ണുകളിൽ ഒരു കോൺഫിഡൻസ് ഞാൻ കണ്ടു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് മൈക്ക് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ ആ ഡയലോഗൊക്കെ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ഞാൻ വിളിക്കുകയാണ് വേദിയിലേക്ക്. വരൂ. എന്താണ് പേര്? എൻ്റെ പേര് സനൂപ്. സനൂപ്. എവിടെയാണ്? നാട് എവിടെയാണ്? വീട് പാലക്കാടാണ്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ ഡ്രില്ലിംഗ് കോഴ്സ്. ശരി, ആക്ടിങ്ങിലേക്ക് കിടക്കാം. റെഡി? ആക്ഷൻ. AC ബെഡ്റൂമുകളും ഡ്രോയിങ് റൂമുമുള്ള വീട്, മുറ്റത്ത് പച്ചപ്പുല്ലും പൂന്തോട്ടവും, പോർച്ചിൽ 4 കാർ, കൂട്ടിൽ പട്ടികൾ, ഗേറ്റിൽ പാറാവുകാരൻ. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ മാൾട്ട് വിസ്കി, ഇല്ലെങ്കിൽ കോണിയാക്ക്. ദുബായിലൊരു റെസിഡൻറ്റ് വിസ. ഇടുന്ന കുപ്പായം അണ്ടർവെയറും ബ്രാൻഡഡ്. എഴുന്നേറ്റ് പോന്നേ, വേറെ ജോലിയില്ല. ആഘോഷരാവുകൾ അരങ്ങുണ്ടാക്കാൻ കയ്യിൽ പൂത്ത കാശുള്ള കൂട്ടുകാർ, ചങ്ങാതിമാർ. വയനാട്ടിലോ മൂന്നാറിലോ തോട്ടം. അതിൽ ചങ്ങാതിമാരുടെ കൂട്ടത്തിൽ മിനിമം 3 or 4 മന്ത്രിപുത്രന്മാർ. പോലീസിൽ ഇഷ്ടമുള്ള സംരക്ഷകർ. ശരാശരി വിദ്യാഭ്യാസമുള്ള ഏതൊരു ഇന്ത്യൻ ചെറുപ്പക്കാരൻ്റെയും സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നമായിരുന്നു പാപ്പൻ ചേട്ടാ. നിനക്ക് അഭിനയിക്കാൻ അറിയോ? അഭിനയം നോക്കാം. AC റൂമുകളും AC ബെഡ്റൂമുകളും ഡ്രോയിങ് റൂമുകളുള്ളൊരു വീട്, മുറ്റത്ത് പച്ചപ്പുല്ലും പൂന്തോട്ടവും, പോർച്ചിൽ 4 കാറ്, കൂട്ടിൽ പട്ടികൾ. ഗേറ്റിൽ പാറാവുകാരൻ.
കുടിക്കുന്നുണ്ടെങ്കിൽ അത് സിംഗിൾ വാട്ട് വിസ്കി ഇല്ലേ കോണിയാക്ക്. അതേപോലെ ഇടുന്ന വസ്ത്രം ബ്രാൻഡഡ് ഇല്ലെങ്കിൽ ഇടുന്ന കുപ്പായം ബ്രാൻഡഡ്, അണ്ടർവെയറും ബ്രാൻഡഡ്. അതുപോലെ ദുബായിലേക്ക് ഒരു റെസിഡൻഷ്യൽ വിസ. ആഘോഷ രാവുകൾ അരങ്ങുകൂട്ടാൻ കയ്യിൽ പൂത്ത കാശുള്ള ചെങ്ങാതിമാർ. വർഷത്തിൽ ഒരു 3-4 ഫോറിൻ ട്രിപ്പുകൾ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. വയനാട്ടിലോ മൂന്നാറിലോ തോട്ടം. അതിൽ കൂട്ടത്തിൽ മിനിമം 3-4 മന്ത്രിപുത്രന്മാർ. പോലീസിൽ ഇഷ്ടപ്പെട്ട സംരക്ഷകർ. ഒരു ശരാശരി ഇന്ത്യൻ ചെറുപ്പക്കാരൻ്റെ ഇഷ്ടങ്ങളിൽ, സ്വപ്നങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. അത്ര തന്നെ എനിക്കുള്ളൂ പാപ്പിച്ചേട്ടാ. പോട്ടെ തമ്പി. പ്രതീക്ഷയോടെ അടുത്ത ആളെ വിളിക്കുകയാണ്. ഒരു മുളം. എന്താണ് പേര്? അൻസിയ. അൻസിയ. തുടങ്ങാം. ക്യാമറ നോക്കണം, അഭിനയിക്കണം. പ്രൈസുകളുണ്ട്, ഒരുപാട് പ്രൈസുകൾ ഇരിപ്പുണ്ട്. ഓക്കെ, റെഡി, ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവില്. AC ബെഡ്റൂമുകളും ഡ്രോയിങ് റൂമുള്ള വീട്. മുറ്റത്ത് പൂന്തോട്ടവും പച്ചപ്പുല്ലും. പോർച്ചിൽ 4 കാറ്. ഗേറ്റിൽ പാറാവുകാരൻ, കൂട്ടിൽ പട്ടികൾ. കവിത വായിക്കുന്നു. അല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ. കുടിക്കുകയാണെങ്കിൽ സിംഗിൾ മാൾട്ട് വിസ്കി അല്ലെങ്കിൽ കോണിയാക്ക്. ഇടുന്ന കുപ്പായവും അണ്ടർവെയറും ബ്രാൻഡഡ്. വർഷത്തിൽ 3-4 ഫോറിൻ ട്രിപ്പുകൾ. ദുബായിൽ ഒരു റെസിഡൻറ്റ് വിസ. ആഘോഷരാവുകൾക്ക് അരങ്ങുകൂട്ടാൻ കയ്യിൽ പൂത്ത കാശുള്ള ചെങ്ങാതിമാർ. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. വയനാട്ടിലോ മൂന്നാറിലോ ഒരു തോട്ടം. പിന്നെ ചെങ്ങാതിമാരുടെ കൂട്ടത്തിൽ മിനിമം 3-4 മന്ത്രിപുത്രന്മാർ. ഇത് കാണാപ്പടം പറയുന്ന പോലെയാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ പറയും. പോലീസിലും ഇഷ്ടപ്പെട്ട സംരക്ഷകർ. ശരാശരി വിദ്യാഭ്യാസമുള്ള ഒരു ഇന്ത്യൻ പൗരന്റെ ആഗ്രഹം എന്റെയും കൂടിയായിരുന്നു പാപ്പിച്ചേട്ടാ. ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റേടം. എല്ലാവരും മനോഹരമായിട്ട് തന്നെ സ്ക്രിപ്റ്റുകൾ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആ വേണ്ട ആക്ടിങ്ങിലേക്ക് അങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും പ്രതീക്ഷയോടുകൂടി അടുത്തൊരു ആക്ട്രസിനെ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. വരും വരും. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പേരെന്താണ്? അഹിജ. അഹിജ എവിടെയാ നാട്? പെരുമ്പാവൂര്. വേദന പഠിക്കുന്നവിടെ? ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. തുടങ്ങിയാലോ? റെഡി, ആക്ഷൻ. AC റൂമുകളും ഡ്രോയിങ് റൂമും ഉള്ള വീട്. മുറ്റത്ത് പച്ചപ്പുൽ തോട്ടവും പൂന്തോട്ടവും. തോട്ടവും പൂന്തോട്ടവും. അപ്പം മറ്റേ തക്കാളിത്തോട്ടം വരുന്നു. പച്ചപ്പുല്ലും പൂന്തോട്ടവും. കൂട്ടിൽ പട്ടികൾ. പോർച്ചിൽ 4 കാറ്. ഗേറ്റിൽ പാറാവുകാരൻ. സങ്കടത്തോട് പറയുന്നത് സന്തോഷമുള്ള കാര്യമില്ല. ഗേറ്റിൽ പാറാവുകാരനും. കുടിക്കാനാണെങ്കിൽ സിംഗിൾ മാൾട്ട്. കുടിക്കാനാണെങ്കിൽ സിംഗിൾ മാൾട്ട് വിസ്കി. പിന്നെ നിർത്തടാ. കോണിയാക്ക്. ഇടുന്ന കുപ്പായവും അണ്ടർവെയറും ബ്രാൻഡഡ്. ഇതൊന്നും കൂടെ കറക്റ്റായിട്ട് ചെയ്യും. ഞങ്ങൾ പോയിട്ട് ചെയ്തിട്ട് എന്തോ കാര്യം. റെഡി, പേരെന്തായിരുന്നു? അഹിജ. അഹിജ പക്ഷെ വളരെ എക്സ്പ്രസീവ് ആണ് ആള്. കാരണം ആ കണ്ണിൽ തന്നെ ഉണ്ട്, ഭയങ്കര എക്സ്പ്രസീവ് ഉണ്ട്.
ഇടുന്ന കുപ്പായവും അണ്ടർവെയറും ബ്രാൻഡഡ്. വർഷത്തിൽ മൂന്നോ നാലോ ഫോറിൻ ട്രിപ്സ്. പിന്നെ ആഘോഷരാവുകൾ ആനന്ദമാക്കാൻ ചങ്ങാതിമാര്. എങ്ങനത്തെ ചങ്ങാതിമാരാ? ദരിദ്രരാണോ? അല്ല, പൈസയുള്ള ചങ്ങാതിമാര്, ധനികരായ ചങ്ങാതിമാര്. ഇവൻ ഇന്റർനാഷണൽ ഫ്രോഡാ. പിന്നെ മൂന്നാറിലോ വയനാട്ടിലോ ഒരു തോട്ടം. പിന്നെ കൂട്ടിന് മന്ത്രിപുത്രന്മാരും കൂട്ടിന് മന്ത്രിപുത്രന്മാരും ഒരു മൂന്നോ നാലോ മന്ത്രിപുത്രന്മാരും. പിന്നെ പോലീസുകാർ സംരക്ഷകർ, 1-2 പോലീസുകാർ സംരക്ഷകരായി. ഒരു ശരാശരി വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ ചെറുപ്പക്കാരന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ പാപ്പച്ചൻ ചേട്ടാ? അപ്പോ ഇത് കുടിച്ചിരിക്കും കേട്ടോ. ദേ പോയി ദാ വന്നു. പിന്നെ ഫൈന് പോടാറുണ്ട്. കുട്ടി കൊള്ളാം. എന്താണ് പേര്? പേര് രാഹുലി. രാഹുൽ എവിടെ? സ്ഥലം? തൃശ്ശൂർ കുന്നോളം. റെഡി, ആക്ഷൻ. ഒരു മിനിറ്റ്. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. AC ബെഡ്റൂമുകളും ഡ്രോയിങ് റൂമുകളും ഉള്ള വീട്. മുറ്റത്ത് പച്ചപ്പുല്ലും പൂന്തോട്ടവും, പോർച്ചിൽ 4 കാറുകളും, ഗേറ്റിൽ പാറാവുകാരൻ, കൂട്ടിൽ 4 പട്ടികൾ. 4 പട്ടിയുണ്ടോ? അല്ല, ഇഷ്ടമുള്ള വയ്ക്കാം. കുടിക്കുകയാണെങ്കിൽ സിംഗിൾ മാൾട്ട് വിസ്കി അല്ലെങ്കിൽ കോണിയാക്ക്. ഇടുന്ന കുപ്പായും അണ്ടർവെയറും ബ്രാൻഡഡ്. ദുബായിലെ റെസിഡൻറ്റ് വിസ. വർഷത്തിൽ 3-4 ഫോറിൻ ട്രിപ്പുകൾ. ആഘോഷരാവുകൾ അരങ്ങുണ്ടാക്കാൻ കയ്യിൽ പൂത്ത പണമുള്ള ചങ്ങാതിമാർ. പോലീസിൽ ഇഷ്ടമുള്ള സംരക്ഷകർ. വയനാട്ടിലോ മൂന്നാറിലോ ഒരു തോട്ടം. അതിൽ കൂട്ടത്തിൽ മന്ത്രിപുത്രന്മാർ. ശരാശരി വിദ്യാഭ്യാസമുള്ള. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയണില്ല. പിടിച്ചതിലും വലിയ പാമ്പാ അളയിലുള്ളതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായേ? ശരാശരി വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളിൽ ഈ സ്വപ്നം എൻ്റെ കൂടിയാണ് പപ്പച്ചേട്ടൻ. ഒരു ശരാശരി വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ ചെറുപ്പക്കാരന്റെ ഈ സ്വപ്നങ്ങളിൽ എന്റെയും സ്വപ്നമാണ് പാപ്പൻ ചേട്ടാ. ഇത്രേ ഉള്ളൂ. AC ബെഡ്റൂമുകളും ഡ്രോയിങ് റൂമുമുള്ള ഒരു വീട്. പച്ചപ്പുല്ലും പൂന്തോട്ടവും, പോർച്ചിൽ 4 കാറുകൾ, കൂട്ടിൽ പട്ടികൾ, ഗേറ്റിന് മുന്നിൽ ഒരു പാറാവുകാരൻ. കുടിക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ മാൾട്ട് വിസ്കി അല്ലെങ്കിൽ കോണിയോക്ക്. ഇടുന്ന വസ്ത്രങ്ങൾ ബ്രാൻഡഡ്. ദുബായിലെ ഒരു റെസിഡൻറ്റ് വിസ. വർഷത്തിൽ 3-4 ഫോറിൻ ട്രിപ്പുകൾ. ആഘോഷരാവുകൾ അരങ്ങുണ്ടാക്കാൻ കയ്യിൽ പൂത്ത കാശുള്ള ഫ്രണ്ട്സുകൾ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. വയനാട്ടിലോ മൂന്നാറിലോ ഒരു തോട്ടം. അതിൽ കൂട്ടത്തിൽ മന്ത്രിമാരുടെ പുത്രന്മാർ. ശരാശരി ഇന്ത്യൻ ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളിൽ ഈ സ്വപ്നങ്ങൾ എന്റെയും സ്വപ്നമാണ് പാപ്പൻ ചേട്ടാ. എങ്ങനെ ഉണ്ടോ? കറക്റ്റ് അല്ലേ? അതാണ് കുഞ്ഞച്ചൻ. മുരളി കുറേ നേരം കൊണ്ട് മുരളിയെ എല്ലാവരും പറയുന്നു മുരളിയെ വിളിക്കൂ. മുരളി ഇവിടുത്തെ ഏറ്റവും നല്ല ആക്ടറാണെന്ന് പറയുന്നു. അപ്പം മിക്കവാറും മുരളി ഈ പ്രൈസ് കൊണ്ടുപോകുന്നു തോന്നുന്നു. മുരളി എവിടെയാണ്? നാളെ എവിടെയാണ്? കൊല്ലത്ത് എവിടെ? അഞ്ചലാണ്. ഓക്കെ, തുടങ്ങാതെ. റെഡി, ആക്ഷൻ. AC ബെഡ്റൂമുകളും ഡ്രോയിങ് മുറികളുമുള്ള വീട്. മുറ്റത്ത് പച്ചപ്പുല്ലും പൂന്തോട്ടവും, കാർപോർച്ചിൽ കാറുകളും. താഴത്തുനിന്ന് എല്ലാവരും പറഞ്ഞ അങ്ങോട്ട് കയറലാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. AC ബെഡ്റൂമുകളും ഡ്രോയിങ് മുറികളുമുള്ള വീട്. മുറ്റത്ത് ഒരു പച്ചപ്പുല്ലും പച്ചപ്പുല്ലും പൂന്തോട്ടവും. പൂന്തോട്ടം. കാർപോർച്ചിൽ കാറ്. കൂട്ടിലെ പട്ടികൾ. എന്നെ കെട്ടുകല. ഇവരെ കൊന്നോണ്ടിരുന്നു. ഞാൻ പോവാ. അടിക്കുന്നതിൽ അത് സിംഗിൾ മാൾട്ട് വിസ്കി മാത്രം കേട്ടോ. എന്നിട്ട് എന്തായാലും ഒരു ദുബായിൽ ഒരു റെസിഡൻഷ്യൽ വിസ കാണും. അതിൽ
തീർത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുറേ കൂട്ടുകാരുണ്ട്. പിന്നെ അതുമാത്രം പോരാ, വയനാട്ടിലും മൂന്നാറിലും ഉറപ്പായിട്ടും ഒരു ഏക്കറോ സ്ഥലം അതിലും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 3-4 മന്ത്രിപുത്രന്മാരും, പിന്നെ അതിന് കാവലിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരും. ഒരു ശരാശരി ഇന്ത്യൻ പുരുഷൻ്റെ ഒരു സ്വപ്നങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്വപ്നം. ഓക്കെ, ഗുഡ്. അഭിനയം കലക്കി, പക്ഷേ ലേശം ഓവറായോ എന്നൊരു സംശയം. സോ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുമായി കാണാം. അതുവരെയും ഗുഡ് ബൈ.